5 കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഒന്നാമത്തേത്, ലാ യഅലമു അഹദുൻ മാ യകൂനു ഫീ ഗദ്. നാളെ എന്തുണ്ടാകുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അഥവാ നാളെ ഭൂമികുലുക്കം സംഭവിക്കുമോ, ഉരുൾപൊട്ടൽ സംഭവിക്കുമോ, ഇങ്ങനെ തുടങ്ങി നാളെ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്, സംഭവിക്കുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ, മറ്റൊരാൾക്കും അറിയുകയില്ല എന്ന്. നമുക്ക് സംഭവിച്ചതിന് ശേഷമല്ലേ നമുക്ക് അതറിയാൻ കഴിയൂ. പക്ഷേ അള്ളാഹുവിന് മാത്രമേ അത് മുൻകൂട്ടി അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന്. രണ്ടാമത്തത്, വലാ അഹദുൻ മാ യകൂനു ഫിൽ അർഹാം. ഗർഭാശയത്തിൽ, ഉമ്മയുടെ ഗർഭാശയത്തിൽ എന്താണ് ഉണ്ടായിത്തീരുന്നത് എന്നും ഒരാളും അറിയുകയില്ല എന്ന്. അഥവാ ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കുമെന്ന് ഒരാൾക്കും അറിയാൻ കഴിയില്ല. അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഡോക്ടർമാർക്ക് പറയാൻ കഴിയുമോ ഈ കുട്ടി റെഡിയായി വരും എന്ന് പറയാൻ പറ്റില്ല. ഈ കുട്ടി നല്ല കുട്ടിയാവും, അല്ലെങ്കിൽ ചീത്ത കുട്ടിയാകും, ഈ കുട്ടിയെ കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ടാവും എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അള്ളാഹുവിന് ഈ കുട്ടിയെക്കുറിച്ച് എല്ലാം അറിയാം എന്നുള്ളതാണ്. അപ്പോൾ ഗർഭാശയത്തിലുള്ള ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്ന്. ഇനി മൂന്നാമത്തത് എന്താണ്? വലാ തഅലമു നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ എന്തു പ്രവർത്തിക്കുമെന്ന് ഒരാൾക്കും അറിയുകയില്ല എന്ന്. നമ്മൾ നാളെ എന്താണ് ചെയ്യുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നമ്മൾ പറയും നാളെ ഞാൻ ഇന്ന സ്ഥലത്ത് പോവും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അത് നടക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ തീരുമാനിക്കും ഇന്ന കാര്യം ചെയ്യാം എന്നൊക്കെ. പക്ഷേ നമുക്ക് അള്ളാഹു തൗഫീഖ് തന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. നമ്മൾ എത്ര കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ച് പക്ഷേ നടക്കാറില്ലല്ലോ. പല കാര്യങ്ങളും നാളെ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനിക്കും, പക്ഷേ അത് നടക്കാറില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ നാളെ നമ്മൾ എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരാൾക്കും അറിയുകയില്ല. അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നാലാമത്തെ എന്താണ്? വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ വെച്ച് മരിക്കുമെന്നും ഒരാൾക്കും അറിയുകയില്ല എന്ന്. നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത് വെച്ചാണ്, ഭൂമിയിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് നമ്മൾ മരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭൂമിയിൽ ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് മരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഈ സ്ഥലത്ത് നിന്നാണ് മരിക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിന് മാത്രമേ നമ്മൾ എവിടെ വെച്ചാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂ. ചിലപ്പോൾ നമ്മൾ വീട്ടിലായിരിക്കും, ചിലപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും, ചിലപ്പോൾ റോട്ടിലായിരിക്കും, ചിലപ്പോൾ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയപ്പോൾ അവിടെ വെച്ചായിരിക്കും, ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വെച്ചായിരിക്കും, പല നാടുകളിൽ വെച്ചായിരിക്കും. ഇങ്ങനെ ഏത് സ്ഥലത്താണ് നമ്മൾ മരിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. പക്ഷേ അള്ളാഹുവിനതറിയാം. അള്ളാഹു അതൊക്കെ ആദ്യമേ അറിയുന്നവനാണ്. ഇനി അഞ്ചാമത്തെ എന്താണ്? വമാ തദ്രി അഹദുൻ മത്താ തജീഉൽ മത്വർ. മഴ എപ്പോൾ വർഷിക്കുമെന്ന്, മഴ എപ്പോൾ പെയ്യുമെന്ന് ഒരാളും അറിയുകയില്ല. ആർക്കേ അറിയൂ? അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ വാർത്തകളിലൊക്കെ വരും നാളെയും മറ്റന്നാളും വലിയ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വരും. അപ്പോൾ സാധ്യത മാത്രമേ അവർക്ക് പറയാൻ കഴിയൂ. ഉറപ്പായിട്ടും മഴ പെയ്യും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മഴ പെയ്യും എന്ന് പറഞ്ഞ് പക്ഷേ ചിലപ്പോൾ മഴ ഉണ്ടാവാറില്ല. അപ്പോൾ അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്.
എപ്പോഴാണ് മഴ പെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് മഴ പെയ്യുക എന്നുള്ളതൊക്കെ അള്ളാഹുവിനറിയാം. അള്ളാഹുവാണ് അത് തീരുമാനിക്കുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു കല്യാണം തീരുമാനിക്കുകയാണ്, അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ആ ദിവസം മഴ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ അന്ന് നല്ല സാഹചര്യമായിരിക്കും, മഴയൊന്നുമില്ലാത്ത നല്ല അവസ്ഥ ആയിരിക്കും, ചിലപ്പം നല്ല മഴ ആയിരിക്കും. അപ്പോൾ നമുക്കത് പറയാൻ കഴിയില്ല. പക്ഷേ ആർക്കറിയാം? അള്ളാഹുവിനറിയാം ആ ദിവസത്തെക്കുറിച്ച് എങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് അറിയുന്ന ഈ 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നാണ്. അപ്പോൾ നമ്മളെപ്പറ്റി മനസ്സിലാക്കണം. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ആർക്കേ അറിയൂ? അള്ളാഹുവിന് മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുകയുള്ളൂ. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ കാര്യങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിന് മാത്രമേ എല്ലാ കാര്യങ്ങളും അറിയുകയുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു താല നമുക്ക് അറിയിച്ചു തരണം, അപ്പോഴേ അറിയുകയുള്ളൂ. ഔലിയാക്കന്മാർക്ക് എങ്ങനെയാണ് നേരത്തെ അറിയാൻ കഴിയുന്നത്? അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ. അപ്പോൾ അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അവർക്കറിയാൻ കഴിയും. അവർ ചില കാര്യങ്ങളൊക്കെ പറയുമല്ലോ ഔലിയാക്കൾ. അതെന്തുകൊണ്ടാണ്? അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർ നമ്മളോട് പറയും. അങ്ങനെ അത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളാണല്ലോ ഔലിയാക്കൾ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണ് ഔലിയാക്കൾ. അപ്പോൾ അള്ളാഹുവുമായിട്ടുള്ള അവരുടെ ബന്ധം കാരണം അള്ളാഹു താല ചില കാര്യങ്ങളൊക്കെ അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയില്ല. പക്ഷേ അള്ളാഹുവിന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം. അതാണല്ലോ അള്ളാഹു. അപ്പോഴല്ലേ ഇലാഹാകുന്നത്. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയുമ്പോഴാണ് ഇലാഹാകുന്നത്. അള്ളാഹു അറിവുള്ളവനാണ്. കഴിഞ്ഞതും വരാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ ശക്തി, അള്ളാഹുവിൻ്റെ അറിവ് അതാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് അള്ളാഹു സർവശക്തനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരിക്കുന്ന സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.